ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മീനമാസം 28-ാം തീയതി, അതായത് 2017 ഏപ്രിൽ മാസം 11-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം ചിത്തിരയാണ്. അപ്പോൾ അതുപോലെ നമ്മളോടൊപ്പം സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയുണ്ട്. നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരാനും ജ്യോതിഷ ശാസ്ത്രത്തെപ്പറ്റി ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷുഫലം ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വിഷുഫലം മകരരാശിക്കാരെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നമുക്ക് നോക്കാം. സർ ഡോക്ടർ കുടമാളൂർ ശർമാജി വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. മകരക്കൂറ്, അതായത് ഉത്രാടം ഒടുവിൽ 45 നാഴികയും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും ചേരുന്ന 2 നക്ഷത്രക്കാർക്ക് ശരാശരി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഈ രാശിക്കാർക്ക് മാതൃസ്ഥാനത്ത് സൂര്യനും, അതായത് 4-ാമിടം വീട്, മാതാവ്, വാഹനം എന്നിവയിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു, സംക്രമിച്ചിരിക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് വ്യാഴഗ്രഹവും വ്യയസ്ഥാനത്ത് ശനിയും, അതായത് 7 ശനിയുടെ ആരംഭം കുറിച്ചിരിക്കുന്നു. എങ്കിലും വ്യാഴഗ്രഹം ഭാഗ്യസ്ഥാനത്ത് താങ്ങും തണലുമായി നിൽക്കുന്നതിനാലും, എന്നാൽ മാതൃസ്ഥാനത്തും വാഹന വാഹക മാതൃസ്ഥാനത്ത് സൂര്യനും നിൽക്കുന്നതിനാൽ വാഹനം മുഖാന്തരമോ വീട് സംബന്ധമായോ അതല്ലെങ്കിൽ വസ്തു സംബന്ധമായോ ഏതെങ്കിലും സാമ്പത്തിക നഷ്ടമോ അബദ്ധമോ അമളിയോ സംഭവിച്ചിട്ട് അതിൽ നിന്ന് അത്ഭുതകരമായി വലിയ നാശനഷ്ടങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത. വസ്തുവിനും സ്ഥാപനത്തിനും വാഹനത്തിനും വേണ്ടി നിയമപാലകരെ സമീപിക്കേണ്ടതായ അവസ്ഥ, കോടതി, കച്ചേരി, പോലീസ് ഇത്യാദികൾ. ഇപ്പോൾ വാടകയ്ക്കൊക്കെ വീട് കൊടുത്തിട്ടുണ്ട്, അത് ഇറങ്ങിപ്പോകുന്നതിനോ വാടകയ്ക്ക് നാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സുകൾ ശരിയാക്കുന്നതിനോ ഏതെങ്കിലും കോടതിയെയോ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ സമുദായ ആചാര്യന്മാരെയോ ലീഗൽ അഡ്വൈസർമാരെയോ ഒക്കെ കാണേണ്ടതായ അവസ്ഥകൾ. ഉദരസംബന്ധമായ അസുഖങ്ങളും അതുപോലെ മാതാവിനും മാതൃ വഴി ബന്ധുക്കൾക്കും ചില രോഗങ്ങളും ദുരിതങ്ങളും, മാതൃ വഴി സ്വത്തുക്കൾ സംബന്ധിച്ച ചില ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടങ്ങളാണ്. 7 ശനി കൂടിയുള്ളത് കൊണ്ട് 7.5 വർഷത്തേക്കിന് വൈദ്യൻ, ഡോക്ടർ കൂടുതലായി ബന്ധപ്പെടേണ്ട സാഹചര്യങ്ങൾ. വൈദ്യനെയും ഡോക്ടറെയും കൂടുതൽ മാസത്തിലൊന്നോ അല്ലെങ്കിൽ വർഷത്തിലൊന്നോ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നവർ ആഴ്ചയിലൊന്നും ആഴ്ചയിൽ 2 ഒക്കെ വീതം കൺസൾട്ട് ചെയ്യേണ്ട ആയിട്ട് വരികയും അലോപ്പതി, ആയുർവേദം, സർജറി മുതലായ ഔഷധ പ്രയോഗങ്ങളെ സ്വീകരിക്കേണ്ടതായി കാണും. എന്ന് പറഞ്ഞാൽ മരുന്ന് പ്രയോഗിക്കേണ്ടി വരുന്നു. വക്കീൽ, പോലീസ് ബന്ധപ്പെടേണ്ടതായ നിയമപരമായ സാധ്യതകൾ തേടി അലയേണ്ടതായിട്ട് വരുന്നു. വസ്തുവിന് വേണ്ടിയോ മക്കളുടെ വസ്തുവിന് വേണ്ടിയോ അവനവൻ്റെ വസ്തുവിന് വേണ്ടിയോ അതിർതർക്കങ്ങൾക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും നിർമ്മാണ പ്രക്രിയകൾക്ക് വേണ്ടിയോ നിയമസാധുതകൾ തേടി അലയേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ വൈദ്യൻ, ഡോക്ടർ, വക്കീൽ, പോലീസ് ഏതെങ്കിലും കാരണവശാൽ തർക്കവിഷയങ്ങൾ സംബന്ധമായി നീതിപീഠങ്ങളെ സമീപിക്കേണ്ടതായിട്ട് വരും. മനഃശാസ്ത്രജ്ഞന്മാർ, ആധ്യാത്മികതയിൽ ഇരിക്കുന്ന പൗരോഹിത്യ ആളുകൾ, ജ്യോതിഷികൾ, സന്യാസിമാർ, പുരോഹിതന്മാർ എന്നിവരെയൊക്കെ തേടുകയും മനസ്സിൻ്റെ ആശ്വാസങ്ങൾക്ക് വേണ്ടി പുണ്യപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായും കാണുന്നു. ചതവോ മുറിവോ പൊള്ളലോ സർജറിയോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പണം കൊടുത്തിച്ച് പിന്നാലെ യായിച്ചുകൊണ്ട് നടക്കേണ്ടതായ അവസ്ഥയോ കടപ്പാടോ വന്നു ചേരേണ്ട ഒരു കാലഘട്ടം. സ്വന്തം വീട്, സ്വന്തം കര വിട്ട് യാത്രയോ കാര്യങ്ങളോ അന്യഗ്രഹ ജീവിതമോ അല്ലെങ്കിൽ അന്യദേശവാസമോ അന്യ
ഭക്ഷണം കഴിക്കാൻ വിധിക്കപ്പെടുകയോ കുറച്ചു കാലമെങ്കിലും വേണ്ടി വരുന്നതാണ്. ശിരോസംബന്ധമായിട്ടും ഉദരസംബന്ധമായിട്ടും സർജറിയോ രോഗങ്ങളോ അപകടങ്ങളോ മറ്റേതെങ്കിലും ഗുരുലഘുത്വഭേദമന്യേ ഔഷധ പ്രയോഗങ്ങൾ നടക്കേണ്ടതായി വരും. ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചു കാലവും കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിലവിലുള്ള ഉദ്യോഗം മുന്നോട്ട് കൊണ്ടുപോകുക. എന്നാൽ വലിയ അതിവിദൂരമല്ലാത്ത സാഹചര്യങ്ങളിൽ സ്ഥലമാറ്റമോ സ്ഥാനമാറ്റമോ ഉണ്ടാവാനുള്ള സാധ്യതയും വരുന്ന സെപ്റ്റംബർ മാസം മുതൽ ഉണ്ടാവും. ഈ രാശിക്കാർക്ക് സ്ഥാനമാറ്റം, സ്ഥാനചലനം, പ്രമോഷൻ അല്ലെങ്കിൽ കുറ്റാരോപിതമായ സ്ഥലം മാറ്റം, അതുപോലെ ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ട് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വളരെയധികം ഭയന്ന് മുൻകാലങ്ങളിൽ മാറിയിരിക്കുന്ന സ്ഥലത്തേക്കോ ഒക്കെ പനിഷ്മെൻറ്റ് ട്രാൻസ്ഫറോ ഒക്കെ ആവാനും പ്രതി ആകാനോ പഴി കേൾക്കാനോ ഒക്കെ ഉള്ള സാധ്യതകളും വരുന്ന സെപ്റ്റംബർ മാസം മുതൽ ഈ വിഷുഫലം അനുസരിച്ച് കാണുന്നുണ്ട്. പൊതുവേ 7.5 വർഷത്തേക്ക് ദോഷഫലങ്ങളിൽ അല്പം ദോഷശക്തി കൂടുന്നതാണ് ഈ രാശിക്കാർക്ക്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ആദിത്യ ഭഗവാനെ വന്ദിക്കുക, നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം. ഇപ്രകാരം ശനി പത്മമിട്ട് ജലഗന്ധപുഷ്പധൂപദീപ ജലാന്തം ശനിപത്മത്തിൽ പൂജാദികൾ അർപ്പിക്കുകയും ശാസ്ത്ര ശിവക്ഷേത്ര ദർശനം, നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ളുപായസം മുതലായ വഴിപാടുകളൊക്കെ നടത്തി ശനിപ്രീതിയും ആദിത്യപ്രീതിയും വരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. നല്ലൊരു മാണിക്യരത്നവും ഇന്ദ്രനീലരത്നവും ധരിക്കാം. കാഠിന്യങ്ങൾ കുറയും. പ്രത്യേകിച്ച് 8, 4 എന്നൊക്കെ പറയുന്ന സംഖ്യ ജനിച്ചവർ ഈ വക പ്രതിവിധികൾ കൂടുതലായി പാലിക്കേണ്ടതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.